Hi students, നമ്മൾ ചാപ്റ്റർ 4 ഡിറ്റർമിനൻസിൽ 8 വീഡിയോസ് കണ്ടു കഴിഞ്ഞു. എട്ടാമത്തിൽ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് നമ്മുടെ സിസ്റ്റം ഓഫ് ഇക്വേഷൻ സോൾവ് ചെയ്യുന്നതും അതിൻ്റെ കൺസിസ്റ്റൻസി കാര്യങ്ങളൊക്കെയാണ്. ഏതായാലും ഈ ചാപ്റ്ററിൽ നമ്മൾ അതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന, അതായത് റിപ്പീറ്റായിട്ട് ഉദിച്ചുകൊണ്ടിരിക്കുന്ന ഏതാനും പ്രോബ്ലംസാണ് നാം ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ട് റിപ്പീറ്റ് ചെയ്ത പ്രോബ്ലംസാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പ്രധാനപ്പെട്ട പ്രോബ്ലംസാണ്. ഈ ടൈപ്പ് ഓഫ് പ്രോബ്ലംസ് നമ്മൾ ഓർത്ത് വെക്കേണ്ടതാണ് ഈ ചാപ്റ്ററിലുള്ള. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ ചോദ്യം ഇതാണ്: ദ സം ഓഫ് 3 numbers is 6. If we multiply the third number by 3 and add, if we multiply the third number by 3 and add a second number to it, we get 11. By adding first and third number, we get double of the second number. Represent it algebraically and find the numbers using matrix method. അപ്പോൾ ഈ ടൈപ്പുള്ള പ്രോബ്ലം വരാറുണ്ട്. അപ്പോൾ എന്താ പറയുന്നത്? സം ഓഫ് 3 numbers ഈ 6 എന്നാണ്. സ്വാഭാവികമായിട്ടും നമ്മൾ നമ്പേഴ്സിന് എക്സ് വൈ സെഡ് എന്ന് കൊടുത്താൽ എക്സ് പ്ലസ് വൈ പ്ലസ് സെഡ് ഈസ് ഈക്വൽ ടു 6 എന്ന് കിട്ടും. മൾട്ടിപ്ലൈ തേർഡ് നമ്പർ ബൈ 3 എന്ന് പറഞ്ഞാൽ 3z ആൻഡ് ഏഡ് ദ സെക്കൻഡ് നമ്പർ ടു ഇറ്റ്, ദറ്റ് ഈസ് 2y എന്നാണ്. അപ്പോൾ 2y പ്ലസ് വൈ പ്ലസ് 3z എന്ന് വരും, ഈസ് ഈക്വൽ ടു 11 എന്ന് വരും. വേറെ ഇക്വേഷൻ എന്താ കിട്ടുക? ബൈ ഏഡിങ് ഫസ്റ്റ് ആൻഡ് തേർഡ് നമ്പർ വൈ പ്ലസ് സെഡ് ഈക്വൽ ടു ഡബിൾ ഓഫ് ദി സെക്കൻഡ് നമ്പർ 2y എന്ന് കിട്ടും. അപ്പോൾ സിസ്റ്റം ഓഫ് ഇക്വേഷൻ എന്ന് പറഞ്ഞിട്ട് 3 കിട്ടും. അങ്ങനെയാണ് നമ്മൾ ആൾജിബ്രായിക്കലായിട്ട് റെപ്രസെൻറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ എന്താണെന്ന് നോക്കുക. ആൾജിബ്രായിക് റെപ്രസെൻറ്റേഷൻ എങ്ങനെ വരിക നോക്കുക. എക്സും വൈയും സെഡ് ആണ് 3 numbers എങ്കിൽ നമ്മൾ ആ ഇക്വേഷൻ ഇങ്ങനെ എഴുതും. ദറ്റ് ഈസ് എക്സ് പ്ലസ് വൈ പ്ലസ് സെഡ് ഈസ് ഈക്വൽ ടു 6. 3 നമ്പേഴ്സിൻ്റെ സമ്മ് 6 ആണെന്ന് കിട്ടും. വൈ പ്ലസ് 3z ഈസ് ഈക്വൽ ടു 11. ഇതാണ് രണ്ടാമത്തെ കണ്ടീഷൻ വെച്ചിട്ട് സെക്കൻഡും തേർഡിൻ്റെ 3 മടങ്ങും കൂടി കൂട്ടിയാൽ 11 കിട്ടുന്നു. ഇത് എക്സ് പ്ലസ് സെഡ് ഈസ് ഈക്വൽ ടു വൈ, ഫസ്റ്റും തേർഡും കൂടി കൂട്ടിയാൽ 2y ക്യാൻസൽ. ലാസ്റ്റ് ഇക്വേഷൻ നമുക്ക് ഒന്നുകൂടി മാറ്റി ഇങ്ങനെ എഴുതാം: എക്സ് മൈനസ് 2y പ്ലസ് സെഡ് ഈസ് ഈക്വൽ ടു 0 എന്നാക്കാം. ഈ കോൺസ്റ്റൻ്റ് ഒക്കെ ഒരു ഭാഗം ആക്കുന്നതിൻ്റെ ഭാഗമായിട്ട്. ദെൻ ഇനി നമുക്ക് ഇതാണ് ഒന്നാമത്തെ ചോദ്യത്തിന് ഉത്തരം എന്ന് പറഞ്ഞാൽ ആൾജിബ്രായിക് എക്സ്പ്രഷൻ. അതിനെ നമ്മൾ മെട്രിക്സിലേക്ക് മാറ്റുകയാണ്. മെട്രിക്സിലേക്ക് മാറ്റുമ്പം ഇതിൻ്റെ കോഫിഷ്യൻ്റ് മെട്രിക്സ് ആദ്യം എഴുതുന്നു. 1 1 1 അതാണ് ഫസ്റ്റ് റോയിൽ. സെക്കൻഡ് റോയിൽ എക്സ് ഇല്ല, അതുകൊണ്ട് 0 2. വൈ ഉണ്ട്, അതിൻ്റെ കോഫിഷ്യൻ്റ് 1 ആണ്. സെഡിൻ്റെ കോഫിഷ്യൻ്റ് 3 ആണ്. ഇവിടെ എക്സിൻ്റെ കോഫിഷ്യൻ്റ് 1 ആണ്. വൈയുടെ കോഫിഷ്യൻ്റ് -2 ആണ്. ശ്രദ്ധിച്ചോളാം, -2 ആണ്. സെഡിൻ്റെ കോഫിഷ്യൻ്റ് 1 ആണ്. അപ്പം എ എന്നുള്ള മെട്രിക്സ് കോഫിഷ്യൻ്റ് മെട്രിക്സ് ഇതിൽ നിന്ന് കിട്ടി. ഇനി എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് വൈ സെഡ് ആണ് എടുക്കുക, എക്സും വൈയും സെഡും. ദെൻ ബി ഈസ് ഈക്വൽ ടു, ബി എന്ന് പറഞ്ഞാൽ ഈ എലമെൻ്റ് ആണ്. 6 11 0 കോൺസ്റ്റൻറ്റിൻ്റെ മെട്രിക്സ്. ഇനി ഇതുപയോഗിച്ചുകൊണ്ട് എക്സും വൈയും സെഡും നമുക്ക് കാണാം. എങ്ങനെയായിരിക്കും കാണുന്നത്? എക്സ് ഈസ് ഈക്വൽ ടു എ ഇൻവേഴ്സ് ഇൻറ്റു ബി ഫോമുല. എ ഇൻവേഴ്സ് കാണണമെങ്കിൽ അഡ്ജോയിൻറ്റ് വേണം, ഡിറ്റർമിനൻറ്റ് വേണം. ആ ഫോമുല ഉപയോഗിക്കണമെങ്കിൽ ഡിറ്റർമിനൻ്റ് വില എന്തായിരിക്കണം? നോട്ട് 0 എന്നായിരിക്കണം. ഏതായാലും ഡിറ്റർമിനൻറ്റ് കാണുന്നത് നമ്മൾ അഡ്ജോയിൻറ്റ് കണ്ടാൽ സംഗതി എളുപ്പമാണ്. അതുകൊണ്ട് അത് സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ ഇല്ല എന്നുള്ള എളുപ്പം കാണാൻ പറ്റും. അതുകൊണ്ട് നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നു? അഡ്ജോയിൻറ്റ് കാണും. എന്നിട്ട് ഡിറ്റർമിനൻറ്റ് കാണാൻ എളുപ്പമാണ് അഡ്ജോയിൻറ്റ് കിട്ടിയാൽ. എന്താ ചെയ്യുന്നത് നോക്ക്. നമ്മളിവിടെ ആ പരിപാടി എന്ന് പറഞ്ഞാൽ അഡ്ജോയിൻറ്റ് കാണുമ്പോൾ ഇവിടെ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യും. 1 3 0 1 എന്ന് എഴുതും. നെക്സ്റ്റ് -2 വെച്ചിട്ട് -2 1 1 -2 എന്ന് എഴുതും. അടുത്ത 1 വെച്ചിട്ട് 1 1 1 എന്ന് എഴുതും. വീണ്ടും ഒന്നാമത്തെ റോ എഴുതുന്നു 1 3 0 1. ഇനി ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു, മൈനസ് ചെയ്യുന്നു. അതായത് 1 × 1 -3 -6 ദാറ്റ് ഈസ് 7 എന്ന് വരും. അങ്ങനെ ഓരോന്നിനെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. എന്നിട്ട് ഇതിനെ കോളാക്കി മാറ്റി എഴുതുക, അല്ലെങ്കിൽ ഈ കോളത്തിൻ്റെ എക്സ്പ്രഷനെ റോ ആക്കി മാറ്റുക. അപ്പോൾ നമുക്ക് അഡ്ജോയിൻറ്റ് കിട്ടും. അപ്പോൾ അഡ്ജോയിൻറ്റ് ഇതാണ് കിട്ടുന്നത്. 7 -3 2 3 0 -3 -1 3 -1 3 1 എന്ന് വരും. അപ്പോൾ ഇതാണ്, അതായത് ഈ റോ ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് പോകുമ്പോഴാണ് ഈ കോളം കിട്ടുന്നത്. 3 -0 0 -1. ഇനി ഈ കോളം കിട്ടാൻ ഇതിന് -2 -1 -3 1 -1 0 1 -1 ദാറ്റ് ഈസ് +3 എന്ന് വരും. ഇതാണ്. ഇനി ഇതും
ഇനി അഡ്ജോയിൻ്റ് എ കിട്ടി. അഡ്ജോയിൻ്റ് എയിൽ ലാസ്റ്റ് കോളം കിട്ടാൻ ഇതാണ് കിട്ടുക. 3 - 1 ദാറ്റ് ഈസ് 2 എന്ന് വരും. 0 - 3 -3 എന്ന് വരും. 1 - 0 1 എന്ന് വരും. ദെൻ അഡ്ജോയിൻ്റ് എ കിട്ടി. ഇനി ഡിറ്റർമിനൻ്റ് എ കിട്ടണം. എന്ത് ചെയ്താൽ മതി എന്ന് പറയുമ്പോൾ, അതായത് ഇതിൻ്റെ കോൾ എടുക്കുക, ഇതിൻ്റെ റോ എടുക്കുക, അങ്ങനെ എടുത്താലും മതി. ഈ കോളത്തിൻ്റെ കറസ്പോണ്ടിങ് കോഫാക്ടേഴ്സ് ആയിരിക്കും ഇത്. അപ്പോൾ എന്താ വരിക? 1 × 7 7, 0 × -3 0, 1 × 2 2, 7 + 2 = 9. അപ്പം നോട്ട് ഈസ് ഈക്വൽ ടു 0 ആണ്. എ ഇൻവേഴ്സ് കാണാൻ പറ്റും. അപ്പോൾ എന്താ കിട്ടുക? എ ഇൻവേഴ്സ് ഈസ് ഈക്വൽ ടു അഡ്ജോയിൻ്റ് എ ബൈ ഡിറ്റർമിനൻ്റ് എ. അഡ്ജോയിൻ്റ് എ ബൈ ഡിറ്റർമിനൻ്റ് എ എന്ന് പറഞ്ഞാൽ അഡ്ജോയിൻ്റ് നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അഡ്ജോയിൻ്റ് ഈസ് ഈക്വൽ ടു ഇവിടെ ഉണ്ട്. ഡിറ്റർമിനൻറ്റും കിട്ടി. അത് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ കിട്ടുന്നതായിരിക്കും. ഇനി നമുക്ക് ഇതിൻ്റെ സൊല്യൂഷനാണ് കിട്ടേണ്ടത്. അതിന് ഫോർമുല എന്തായിരിക്കും? എക്സ് ഈസ് ഈക്വൽ ടു എ ഇൻവേഴ്സ് ഇൻറ്റു ബി എന്നായിരിക്കും. നോക്കുക, എക്സ് ഈസ് ഈക്വൽ ടു എ ഇൻവേഴ്സ് ഇൻറ്റു ബി. ഈ ഫോർമുല എ ഇൻവേഴ്സ് നമ്മൾ ആടെ എഴുതിയിട്ടുണ്ട്, ബിയും കൂടി എടുത്ത് എഴുതുന്നു. ഇനി ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യണം. എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുക? റോനെ കോളം കൊണ്ട്. ഈ റോ എടുക്കുക, ഈ കോൾ എടുക്കുക. അപ്പോൾ എന്താ വരിക? 6 42 -33 + 0. അതുപോലെ 3 18 0 0 എന്ന് വരും. ദെൻ -6 33 0 എന്ന് വരും. അപ്പോൾ എത്ര ഉണ്ടാവും നോക്ക്? ദാറ്റ് ഈസ് ദിസ് ദ വാല്യൂ. 42 - 33 + 0 18 + 0. ദെൻ ഇറ്റ് ഈസ് ഈക്വൽ ടു എന്താ പറയുക? സിംപ്ലിഫൈ ചെയ്താൽ 42 - 33 9, മറ്റേ 18 വരും. ലാസ്റ്റ് 27 വരും. 27 6 ആണല്ലോ 33. അപ്പോൾ 33 - 6 = 27. ഇനി ഓരോ എലിമെൻറ്റിനെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന റിസൾട്ട് 1 2 3 എന്നായിരിക്കും. എന്ന് പറഞ്ഞാൽ എക്സ് എന്നുള്ള വാല്യൂ എന്താ? നമ്മളെടുത്ത് XYZ ആണ്. ഇനി ഇവിടെ കിട്ടിയിരിക്കുന്ന കറസ്പോണ്ടിങ് ആൻസർ 1 2 3 ആണ്. അപ്പോൾ എക്സിൻ്റെ വില എത്രയായിരിക്കും? 1 ആയിരിക്കും. വൈയുടെ വില 2 ആയിരിക്കും. സെഡിൻ്റെ വില 3 ആയിരിക്കും. ദാറ്റ് ഈസ് ദ വാല്യൂ. ഇതാണ് ഇക്വേഷൻ എക്സ്. രണ്ടാമത്തെ ചോദ്യം ഇതാണ്. ടു എക്സാമിൻ ദ കൺസിസ്റ്റൻസി ഓഫ് ദി സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് x + y + z = 1, 2x + 3y + 2z = 2, x + ay + 2az = 4. ഇതിൻ്റെ കൺസിസ്റ്റൻസി ഒക്കെയാണ്. നേരത്തെ തന്നെ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഇവിടെ എ ഉണ്ട്. അതനുസരിച്ച് കൺസിസ്റ്റൻസിക്ക് എന്ത് വ്യത്യാസം വരും നോക്കാൻ വേണ്ടിയിട്ടാണ് ഈ പ്രോബ്ലം ഇട്ടത്. കൺസിസ്റ്റൻസി ചെയ്യുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഡിറ്റർമിനൻ്റ് നോക്കിക്കൊണ്ടാണ് അതിനെ നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത്. ഇതിൻ്റെ കോഫിഷ്യൻ്റ് എടുക്കുക. ദാറ്റ് ഈസ് 1 1 1, സെക്കൻഡിൻ്റെ 2 3 2, ദെൻ എ 2a. ദെൻ അടുത്തത് ഇതിൻ്റെ ഡിറ്റർമിനൻ്റ് എടുക്കുക. ഡിറ്റർമിനൻ്റ് ഓഫ് എ ഈക്വൽ ടു ഇതിനെ സിംപ്ലിഫൈ ചെയ്യുക. ഫസ്റ്റ് റോ വെച്ചിട്ട് എക്സ്പാൻഡ് ചെയ്താൽ കിട്ടുന്ന വാല്യൂ ഇതാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താ വരുന്നത്? 6a - 2a - 4a + 2a + a - 3a. ഇറ്റ് ഈസ് ഈക്വൽ ടു എ എന്ന് വന്നു. ഈ എയുടെ വില 0 അല്ലെങ്കിൽ കൺസിസ്റ്റൻ്റ് ആണെന്ന് കിട്ടും. കൺസിസ്റ്റൻ്റ് എന്ന ഇക്വേഷൻ എക്സിസ്റ്റ് ചെയ്യുന്നത്. കൺസിസ്റ്റൻ്റ് ആണോ എന്ന് മാത്രമേ ചോദിച്ചുള്ളൂ. കൺസിസ്റ്റൻ്റ് ആണെന്ന് കിട്ടും. പക്ഷേ എ 0 ആവാനും സാധ്യതയല്ലേ? അപ്പോൾ എന്തായിരിക്കും നമുക്ക് നോക്കേണ്ടതുണ്ട്? അപ്പോൾ എങ്ങനെയാണ് നോക്കുക? ആദ്യം നമ്മൾ ഈ മട്രിക്സ് എടുക്കുക. നേരത്തുള്ള കോഫിഷ്യൻ്റ് മട്രിക്സ്, അതിൻ്റെ അഡ്ജോയിൻ്റ് കണ്ടുപിടിക്കണം. അഡ്ജോയിൻ്റ് കാണുമ്പോൾ 3 വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും. 3 2 2 3 എന്ന് എഴുതേണ്ടി വരും. 3 2 2 3. അടുത്തത് എന്തിട്ട്? എ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യണം. a 2a a എന്ന് വരും. a 2a a a. നെക്സ്റ്റ് വരുന്നത് 1 വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നു. 1 1 1 1 എന്ന് വരും. വീണ്ടും ഫസ്റ്റ് റോ എടുത്ത് എഴുതുന്നു. 3 2 2 3 എന്ന്. ദാറ്റ് ഈസ് ദ expression. Then we have to cross multiply and subtract. That is 6a - 2a എന്ന് വരും. Then 2a - 2a എന്ന് വരും. Then 2a - 3a എന്ന് വരും. അങ്ങനെ ഓരോ റോയും ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് സിംപ്ലിഫൈ ചെയ്താൽ നമുക്ക് കിട്ടുക അഡ്ജോയിൻ്റ് എ ഈക്വൽ ടു -4a - 2a - a എന്ന് വരും. -4a - 2a - a എന്ന് വരും. ദെൻ ഈ റോ എന്ന് വരിക -a - 2a, that is -a, 2a - a, a, then a - a 0, then -2 - 1 -1 2 - 3, that is -1 2 - 2 0 3 - 2 1. അഡ്ജോയിൻ്റ് കിട്ടി. ഇനി അഡ്ജോയിൻ്റ് ഇൻറ്റു ബി ആണ് നമ്മൾ നോക്കേണ്ടത്. ബി ഇതായിരുന്നു 1 2 4 ആയിരുന്നു തന്നിരുന്നത്. അപ്പോൾ അഡ്ജോയിൻ്റ് എ ഇൻറ്റു ബി എത്രയാണെന്ന് നോക്കണം. അഡ്ജോയിൻ്റ് എ ഇൻറ്റു ബി എന്ന് പറഞ്ഞാൽ നേരത്തെ കിട്ടിയിരിക്കുന്ന മെട്രിക്സും ഇതും കൂടി മൾട്ടിപ്ലൈ ചെയ്ത് നോക്കണം. 1 2 4 കൂടി. അപ്പോൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താ വരിക? -4a - 2a - 4 എന്ത് വരും? -2a 2a 0 -a 0 4 എന്ന് വരും. അതായത് ഈ മെട്രിക്സ് കിട്ടും. ഈ മെട്രിക്സിനെ നമ്മളൊന്ന് സിംപ്ലിഫൈ ചെയ്ത് എന്ത് വരും?
-6a -4 0 4 മൈനസ് a എന്ന് വരും. ഇതിൽ എയുടെ വില 0 ആണെന്ന് കൊടുത്തു നോക്കാം. അതായത് എയുടെ വില 0 ആയാൽ നമുക്ക് കിട്ടുക എന്താ, അഡ്ജോയിൻറ്റ് എ ഇൻറ്റു ബി നോട്ട് ഈസ് ഈക്വൽ ടു 0 എന്നാണ്. അഡ്ജോയിൻറ്റ് എ ഇൻറ്റു ബി നോട്ട് ഈസ് ഈക്വൽ ടു 0 ആയാൽ എന്താ അർത്ഥം, ഡിറ്റർമിനൻ്റ് എ 0 ആവുകയും, അതായത് നമ്മൾ നേരത്തെ എ ഈസ് ഈക്വൽ ടു 0 എന്ന് കൊടുത്താൽ ഡിറ്റർമിനൻ്റ് എ 0 ആവും. ഇപ്പോൾ നമുക്ക് ഡിറ്റർമിനൻ്റ് എ 0 ആവുകയും അഡ്ജോയിൻറ്റ് എ ഇൻറ്റു ബി നോട്ട് ഈസ് ഈക്വൽ ടു 0 ആവുകയും ചെയ്താൽ എന്താ കണ്ടീഷൻ, ഈസ് ഇൻകൺസിസ്റ്റൻറ്റ്. ചുരുക്കത്തിൽ തന്നിരിക്കുന്ന ഇക്വേഷൻ കൺസിസ്റ്റൻ്റ് ആവുന്നത് എ നോട്ട് ഈസ് ഈക്വൽ ടു 0 ആകുമ്പോഴാണ്. എ ഈക്വൽ ടു 0 ആയാൽ തന്നിരിക്കുന്ന ഇക്വേഷൻ ഇൻകൺസിസ്റ്റൻ്റ് ആയിരിക്കുമെന്നർത്ഥം. ഇതാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. അപ്പോൾ ഒരിക്കൽ കൂടി നോക്കണം. തന്നിരിക്കുന്ന ഇക്വേഷൻ ഏതായിരുന്നു നിങ്ങൾ ഓർക്കുന്നുണ്ടോ? തന്നിരിക്കുന്ന ഇക്വേഷൻ ഏതായിരുന്നു? ഇതായിരുന്നു, എക്സ് പ്ലസ് വൈ പ്ലസ് സെഡ് ഈസ് ഈക്വൽ ടു 1, 2x പ്ലസ് 3y പ്ലസ് 2z ഈസ് ഈക്വൽ ടു 2, എക്സ് പ്ലസ് എ വൈ പ്ലസ് 2az ഈസ് ഈക്വൽ ടു 4 എന്നാണ്. അതിൽ എയുടെ വില 0 ആയാൽ ഇൻകൺസിസ്റ്റൻ്റ് ആണ്, എയുടെ വില 0 അല്ലെങ്കിൽ കൺസിസ്റ്റൻ്റ് ആണ്. കൺസിസ്റ്റൻ്റ് എന്ന് പറഞ്ഞാൽ ഇക്വേഷൻ ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് അടുത്ത പ്രോബ്ലം, മൂന്നാമത്തത്. കൺസിഡർ ദ സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻസ്. ഇങ്ങനെ ലീനിയർ ഇക്വേഷൻ തന്നിട്ടുണ്ട്. ലീനിയർ ഇക്വേഷനിൽ എക്സ് മൈനസ് വൈ പ്ലസ് സെഡ് ഈസ് ഈക്വൽ ടു 3, 2x പ്ലസ് വൈ മൈനസ് സെഡ് ഈസ് ഈക്വൽ ടു 2, മൈനസ് എക്സ് മൈനസ് 2y പ്ലസ് 2z ഈസ് ഈക്വൽ ടു 1. ചോദിച്ചിരിക്കുന്നത് പ്രൂവ് ദാറ്റ് ദ ഡിറ്റർമിനന്റ് ഓഫ് ദി കോഎഫിഷ്യന്റ് മാട്രിക്സ് എ ഈസ് 0. അതിൻ്റെ കോഎഫിഷ്യന്റ് മാട്രിക്സ് 0 ആണെന്ന് തെളിയിക്കണം. എന്നിട്ട് അഡ്ജോയിൻറ്റ് എ ഇൻറ്റു ബി 0 ആണെന്ന് തെളിയിക്കണം. വേർ ബി ഈസ് ഈക്വൽ ടു ഇതായിരിക്കും മാട്രിക്സ്. അതായത് ഒന്നാമത്തേൽ ഇതിൻ്റെ കോഎഫിഷ്യന്റ് മാട്രിക്സ് എടുത്തതിൻ്റെ ഡിറ്റർമിനന്റ് 0 ആണെന്നും അഡ്ജോയിൻറ്റ് എ ഇൻറ്റു ബി 0 ആണെന്നും ബി ഈസ് ഈക്വൽ ടു ഇതാണെന്നും. അങ്ങനെയാണെങ്കിൽ എന്താണ് നമുക്കുള്ള കണ്ടീഷൻ? ഇത് രണ്ടും വന്നു കഴിഞ്ഞാൽ ഡിറ്റർമിനൻ്റ് എയും 0 ഇതും 0 ആവുക. രണ്ട് കാര്യമുണ്ട്. ഒന്നുകിൽ ഇൻഫിനൈറ്റ് സൊല്യൂഷൻ ഉണ്ടാവും, അല്ലെങ്കിൽ ജനറൽ നോ സൊല്യൂഷൻ ആണ്. അതാണ് നമുക്ക് ഈ പ്രോബ്ലത്തിൽ ഡിസ്കസ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ പ്രോബ്ലം ഒരു വ്യതിരിക്തമുള്ള ഒരു പ്രോബ്ലമാണ്. ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞിരുന്നു ഈ ടൈപ്പുള്ള ഒരു എക്സാമ്പിൾ ഞാൻ ചെയ്യുന്നുള്ളത്. അപ്പോൾ എങ്ങനെയാണ് ഈ കണ്ടീഷനിൽ ഡിറ്റർമിനൻ്റ് 0 ആവുകയും അഡ്ജോയിൻറ്റ് എ ഇൻറ്റു ബി 0 ആവുകയും ചെയ്താൽ അതിന് ഇൻഫിനൈറ്റ് സൊല്യൂഷൻ ഉണ്ടോ നോ സൊല്യൂഷൻ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്ന മെത്തേഡാണ് ഈ പ്രോബ്ലത്തിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ശരിക്കും നോക്കിക്കൊള്ളാം എങ്ങനെയുള്ളതെന്ന്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്നത് എന്തായിരിക്കും? അതിൻ്റെ കോഎഫിഷ്യൻ്റ് മെട്രിക്സ് എടുക്കുകയും ചെയ്യുന്നത് ഏതിൻ്റെ തന്നിരിക്കുന്ന ഇക്വേഷൻ്റെ സിസ്റ്റം ഓഫ് ഇക്വേഷൻ്റെ. അതാണിത്. എ ഈസ് ഈക്വൽ ടു 1 -1 1 2 1 -1 -1 -2 2. ഇനി തുടർന്ന് നമ്മൾ ചെയ്യുന്നത് ഡിറ്റർമിനൻ്റ് എ കാണുവാണ്. ഡിറ്റർമിനൻ്റ് എ 0 ആണെന്ന് തെളിയിക്കേണ്ടത് നമ്മൾ ഫസ്റ്റ് റോ വെച്ചിട്ട് അങ്ങ് എക്സ്പാൻഡ് ചെയ്താൽ നമുക്ക് കിട്ടുക 1 × 2 - 2 -1 × 4 - 1 then so ഈസ് ഈക്വൽ ടു എന്താ വരിക? 0 + 3 - 3 എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 0. അപ്പോൾ ഡിറ്റർമിനൻ്റ് എ 0 എന്ന് തെളിയിച്ചു. ഇനി രണ്ടാമത്തെ കണ്ടീഷനിൽ നമ്മൾ ചെയ്യേണ്ടത് അഡ്ജോയിൻ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. നോക്കാം. അഡ്ജോയിൻ്റ് കാണാൻ എ എന്നുള്ള മെട്രിക്സ് ഉണ്ട്. നമ്മൾ ചെയ്യുന്ന അതേ മെത്തേഡ് കുറച്ച് സ്റ്റെപ്പ് കൊണ്ട് ആൻസർ കിട്ടുന്ന ഈ ഷോർട്ട് മെത്തേഡാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? ഇവിടെ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നു, ഇങ്ങനെ എഴുതുന്നു. അപ്പോൾ എന്താ വരിക? 1 - 1 2 1. അടുത്തത് എന്താ വരുന്നത്? -2 2 -1 -2. അടുത്തത് എന്താ വരുന്നത്? -1 1 -1. വീണ്ടും ഫസ്റ്റ് റോ എടുത്ത് എഴുതുന്നു 1 - 1 2 1. ഇനി ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു, സിംപ്ലിഫൈ ചെയ്യുന്നു. നമുക്ക് അഡ്ജോയിൻ്റ് എ കിട്ടുന്നു, ഇൻറ്റു ബിയും കൂടി കണ്ടുപിടിക്കേണ്ടത്. അഡ്ജോയിൻ്റ് ഏതാണ് വരിക? നോക്കാം. നമുക്ക് 2 + 2 - 2 0. പിന്നെന്താണ്? ഇവിടെ 0 ആണ് കിട്ടിയത്. അങ്ങനെ കിട്ടുക ഇതായിരിക്കും -2 + 2 0 +1 - 1 0. ഇനി ഇത് കിട്ടാൻ ഈ കോളം നോക്കിയാൽ മതി. +1 - 4 +1 - 4 ഈസ് ഈക്വൽ ടു -3. then 2 + 1 3 then 2 + 1 3. അതുപോലെ തന്നെ ലാസ്റ്റ് റോയിൽ നമുക്ക് കിട്ടും. ഇനി ബി എന്നുള്ള മെട്രിക്സ് നേരത്തെ എഴുതിയിരുന്നു 3 2 1 എന്ന്. 3 2 1. ഇനി നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യണം. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു? ഫസ്റ്റിൽ റോ മുഴുവൻ 0 ആയതുകൊണ്ട് ഒന്നാമത്തെ എലമെൻറ്റ് 0 ആണ്. നമുക്ക് ഇവിടെ വരെ കിട്ടി. അഡ്ജോയിൻ്റ് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുക ഈ വാല്യൂ ആണ്. 0 0 0 -9 6 + 3 -9 + 3. ഇത് ആഡ് ചെയ്താൽ എന്താ നിങ്ങൾക്കറിയാം? സിംപ്ലിഫൈ ചെയ്താൽ 0 0 0 എന്നുള്ള മെട്രിക്സ്. അപ്പോൾ എന്തായി? അഡ്ജോയിൻ്റ് എ ഇൻറ്റു ബി 0 എന്നായി. ഇനി നമുക്ക് രണ്ടാമത്തെ
സ്റ്റെപ്പും നമ്മൾ പ്രൂവ് ചെയ്തു. ഒന്നാമത്തെ സ്റ്റെപ്പിൽ ഡിറ്റർമിനൻ്റ് A 0 എന്ന് ചെയ്യാനായിരുന്നു. രണ്ടാമത്തെ അഡ്ജോയിൻ്റ് A ഇൻറ്റു B 0 എന്ന് ചെയ്യാനായിരുന്നു. മൂന്നാമത്തെ നമുക്ക് ചെയ്യാനുള്ളത് ഇൻഫിനൈറ്റോ ഫൈനൈറ്റോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. ഇൻഫിനൈറ്റോ നോ സൊല്യൂഷനോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. അപ്പോൾ മൂന്നാമത്തെ സ്റ്റെപ്പിലേക്ക് പോകുമ്പോൾ ഈ ടൈപ്പ് പ്രവർത്തനം നമ്മൾ ഇങ്ങനെ ചെയ്യാം. ആദ്യം Z ഈസ് ഈക്വൽ ടു K എന്നങ്ങ് ഫിക്സ് ചെയ്യുക. ഒരു എലമെൻറ്റിനെ K ആർബിറ്ററി ആയിട്ട് ഫിക്സ് ചെയ്യുക. ആ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ K എന്നുള്ളത് കൊടുക്കണം. ഈ ആർബിറ്ററി എന്ന് പറയുന്നത് ഇതുപോലെയാണ്. അതായത് നമ്മൾ കുട്ടികൾക്കൊക്കെ പേരിടാൻ പോലെ കുട്ടികൾക്ക് പേരിടുമ്പോൾ നമുക്ക് ഏത് വേണമെങ്കിലും തിരഞ്ഞെടുക്കാം. പക്ഷേ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ ആ പേരെന്ത് ചെയ്യണം, അതങ്ങതാണെന്ന് കൃത്യമായിട്ട് അതിൽ പിന്നെ വ്യത്യാസം വരുത്താൻ പാടില്ല. അതാണ് ആർബിറ്ററിക്ക് എക്സാമ്പിൾ. ഇവിടെ നമ്മൾ K എന്നുള്ളതാൽ ഏത് വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം, പക്ഷേ എടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് തന്നെ കൊടുക്കണം. ആ രീതിയിലാണ് ആർബിറ്ററിനെ നമ്മളിവിടെ കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ Z ഈസ് ഈക്വൽ ടു K എന്നുള്ളൊരു വാല്യൂ കൊടുത്തിച്ച് അത് നമ്മൾ നമ്പറല്ല, ഏത് വില എടുക്കുക Kന്, പക്ഷേ K എന്നുള്ള ഒരു പ്രതീകമായിട്ട് കൊടുത്തു. അതോടുകൂടി ആ ഇക്വേഷനിൽ തന്നിരിക്കുന്ന ഇക്വേഷനിൽ കൊടുക്കുമ്പോൾ എക്സ് മൈനസ് വൈ പ്ലസ് കെ സീക്വൽ ടു 3 എന്ന് വരും. 2x പ്ലസ് വൈ പ്ലസ് മൈനസ് കെ സീക്വൽ ടു 2 എന്ന് വരും. മൈനസ് എക്സ് മൈനസ് 2y പ്ലസ് 2k സീക്വൽ ടു 1 എന്ന് വരും. ഇനി നോക്ക്, അതിനെ ടേക്കിംഗ് ദ ടു ഇക്വേഷൻസ്, അതായത് ഒന്നാമത്തെ ഇക്വേഷൻ എടുക്കുക എക്സ് മൈനസ് വൈ പ്ലസ് കെ സീക്വൽ ടു 3 എന്നുള്ളത്. ആ കെ മറുവശത്തേക്ക് എടുത്താൽ എക്സ് മൈനസ് വൈ ഈ സീക്വൽ ടു 3 മൈനസ് കെ എന്ന് വരും. സെക്കൻഡ് ഇക്വേഷൻ എന്താ, 2x പ്ലസ് വൈ മൈനസ് കെ സീക്വൽ ടു 2 ആണ്. ആ മൈനസ് കെനെ മറുവശം എടുത്താൽ പ്ലസ് കെ എന്നായി. അപ്പോൾ 2x പ്ലസ് വൈ ഈ സീക്വൽ ടു 2 പ്ലസ് കെ എന്നായി. ഇനി നോക്കുക, അതിനെ നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം. ഇത് രണ്ടും കൂടി സോൾവ് ചെയ്യാം എന്ന് പറഞ്ഞാൽ അത് രണ്ടും കൂടി ഏഡ് ചെയ്ത് നോക്കിയാൽ മതി. ഈ മൈനസ് വൈയും പ്ലസ് വൈയും അങ്ങ് മൈനസ് വൈ ഇതും പ്ലസ് വൈയും കൂടി അങ്ങ് കട്ട് ചെയ്ത് പോകും. ബാക്കി എന്താ ഉണ്ടാവുക, എക്സ് പ്ലസ് 2x 3x എന്ന് വരും. ഇത് രണ്ടും പ്ലസ് കെയും മൈനസ് കെയും കട്ട് ചെയ്ത് പോകും. ബാക്കി എന്തുണ്ടാവും, 5 എന്ന് വരും. 3x ഈക്വൽ ടു 5 ആയാൽ എക്സ് ഈക്വൽ ടു 5/3. അപ്പോൾ ഒരു വില കിട്ടി. ഇനി നമുക്ക് വൈയുടെ വിലയും കൂടി കിട്ടണം. അതിനെന്ത് ചെയ്യണം, നമ്മൾ ഈ ഒരു ഇക്വേഷൻ എടുത്ത് നോക്കുക. സബ്സ്റ്റിറ്റ്യൂട്ടിങ് എക്സ് ഈക്വൽ ടു 5/3 ആൻഡ് എക്സ് മൈനസ് വൈ ഇൻ എക്സ് മൈനസ് വൈ ഈസ് ഈക്വൽ ടു 3 മൈനസ് കെ. ഈ ഇക്വേഷനിൽ എക്സിൻ്റെ വില കൊടുത്തു നോക്കുക. അപ്പോൾ എന്ത് സംഭവിക്കും നോക്ക്, 5/3 മൈനസ് വൈ ഈസ് ഈക്വൽ ടു 3 മൈനസ് കെ എന്ന് വരും. ഇനി ഈ 5/3നെ മറുവശത്തേക്ക് കൊണ്ടുപോയി എഴുതുക. അപ്പം മൈനസ് വൈ ഈസ് ഈക്വൽ ടു 3 മൈനസ് കെ മൈനസ് 5/3 എന്നാവും. ഇതിനെ സിംപ്ലിഫൈ ചെയ്താൽ 9 മൈനസ് 5 4 എന്നായി. 4/3 മൈനസ് 9 മൈനസ് 5 ദാറ്റ് ഈസ് പ്ലസ് 4/3 എന്നാണ് വരേണ്ടത്. പക്ഷേ ഇവിടെ മൈനസ് 4/3 എന്ന് എഴുതിയത് കാരണം ഈ മൈനസിനെ ഞാൻ ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ ഈ ഇവിടെ കിട്ടേണ്ടിയിരുന്ന പ്ലസ് 4/3 മൈനസ് 4/3 ആയി. ഇവിടെയുള്ള മൈനസ് കെ എന്തായി മാറി, പ്ലസ് കെ ആയി. അപ്പോൾ 3 സൊല്യൂഷൻ നമ്മൾ എഴുതി കഴിഞ്ഞു. ഏതൊക്കെയാണെന്നറിയാമോ, Z ഈസ് ഈക്വൽ ടു കെ എഴുതി, എക്സ് എഴുതി, വൈ എഴുതി. ഈ വാല്യൂസ് മൂന്നാമത്തെ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ നോക്കാം. അങ്ങനെയാണെങ്കിൽ ഇതിന് ഇൻഫിനൈറ്റ് സൊല്യൂഷൻ ഉണ്ട്. സാറ്റിസ്ഫൈ ചെയ്യുന്നില്ലെങ്കിൽ ഇൻഫിനൈറ്റ് സൊല്യൂഷൻ ഇല്ല. അപ്പം ഞാൻ ചെയ്തിരിക്കുന്നത് ഈ എക്സും വൈയും കണ്ടുപിടിച്ചിരിക്കുന്നത് ഈ 2 ഇക്വേഷൻ ഉപയോഗിച്ചിട്ടാണ്. 2 ഇക്വേഷൻ മാത്രമേ ഉപയോഗിച്ചുള്ളൂ. ഇപ്പോൾ ഇനി മൂന്നാമത്തെ ഇക്വേഷൻ ഉപയോഗിക്കാൻ പോവുകയാണ്. എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കിട്ടിയിരിക്കുന്ന വാല്യൂ എക്സിൻ്റെയും വൈയുടെയും വാല്യൂ ഈ ഇക്വേഷനിലും കൊടുത്തു നോക്കുക. അപ്പം LHS ഇവിടെ കിട്ടുന്ന വാല്യൂം ഇവിടെയുള്ള വാല്യൂം ഈക്വൽ ആവുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം ഇതിന് ഇൻഫിനൈറ്റ് സൊല്യൂഷൻ ഉണ്ട് എന്നാണ്. എന്ന് പറഞ്ഞാൽ കേക്ക് വാല്യൂസ് ഇങ്ങനെ മാറിക്കൊടുക്കുന്നതിനനുസരിച്ചിട്ട് ബാക്കിയെല്ലാം ഇതിൻ്റെ സൊല്യൂഷനായിട്ട് വന്നുകൊണ്ടിരിക്കും. അതാണ് അതിൻ്റെ പ്രത്യേകത. അപ്പോൾ അത് സാറ്റിസ്ഫൈ ചെയ്യുന്നില്ലെങ്കിലോ നോ സൊല്യൂഷൻ, ഇൻകൺസിസ്റ്റൻ്റ് ആണെന്ന് പറയുകയും ചെയ്യും. ഇതാണ് ആ മെത്തേഡ്. അതായത് അഡ്ജോയിൻ്റ് A ഇൻറ്റു B 0 ആയാൽ ഇൻഫിനൈറ്റ് സൊല്യൂഷൻ ഉണ്ടോ ഇല്ല എന്നുള്ളത് നോക്കാൻ വേണ്ടിയിട്ട് ഇതാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എന്തൊക്കെ ചെയ്തത് നോക്ക്, Z ഈസ് ഈക്വൽ ടു K എന്ന് കൊടുത്തു. എന്നിട്ട് ആ ഇക്വേഷനിലെങ്ങുമ്പോൾ ഓരോന്നിനും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. 1, 2 ഇക്വേഷൻ എടുത്തിട്ട് എക്സിൻ്റെയും വൈൻ്റെയും വില കണ്ടുപിടിച്ചു. എന്നിട്ട് അത് മൂന്നാമത്തെ ഇക്വേഷനിൽ കൊടുക്കാൻ പോവാണ്. ആ കൊടുക്കുമ്പോൾ എന്താ വരിക, കൊടുക്കേണ്ട ഇതിലാണ് മൈനസ് എക്സ് മൈനസ് 2y പ്ലസ് 2k ഈക്വൽ ടു 1ൽ ഇപ്പോൾ കിട്ടിയിരിക്കുന്ന എക്സിൻ്റെയും വൈയുടെ വില കൊടുക്കുക. എക്സിൻ്റെ വില മൈനസ് 5/3 ആയിരുന്നു, വൈയുടെ വില k മൈനസ് 4/3 ആയിരുന്നു. ഇതിനൊന്ന് സിംപ്ലിഫൈ ചെയ്താൽ എന്താ വരിക, ഈ ബ്രാക്കറ്റിങ് ഓപ്പൺ ആക്കണം. മൈനസ് 2k പ്ലസ് 8/3 എന്ന് വരും. മൈനസ് 2k പ്ലസ് 8/3. ഇനി ഇതിനെ സിംപ്ലിഫൈ ചെയ്താൽ 2kയും 2kയും ക്യാൻസൽ ആയി പോവും. ഇതിനെ സിംപ്ലിഫൈ ചെയ്താലോ 3/3 എന്നാ വരിക. മൈനസ് 5 പ്ലസ് 8 3 എന്ന് വരും. 3/3 എന്താണ്, LHSൽ എന്ത് കിട്ടും, 1 എന്ന് കിട്ടും. അത് തന്നെയാണ് RHSലുള്ളത്. ദാറ്റ് ഈസ് ഈക്വൽ ടു 1 വിച്ച് ഈസ് ട്രൂ. അതിൻ്റെ അർത്ഥം എന്താണ്, therefore the system has infinite solution and the solution is given by x is equal to 5/3
നമുക്ക് കിട്ടിയിരിക്കുന്ന വാല്യൂ y ഈസ് ഈക്വൽ ടു k മൈനസ് 4/3, z എന്ന് പറഞ്ഞാൽ kക്ക് z നമ്മൾ കൊടുത്തിരിക്കുന്ന k എന്നുള്ള വില. ഇതിൻ്റെ ഇൻഫിനൈറ്റ് സൊല്യൂഷൻ ഉണ്ടെന്ന് പറയാൻ കാരണം എന്ന് വെച്ചാൽ കെയുടെ വില ഏതൊക്കെ കൊടുക്കാൻ പറ്റുമോ അതിനൊക്കെ നമുക്ക് സിസ്റ്റം ഓഫ് ഇക്വേഷന് സൊല്യൂഷൻ കിട്ടിക്കൊണ്ടിരിക്കും. ഇവിടെയൊക്കെ വാല്യൂസ് മാറിക്കൊണ്ടിരിക്കും. 1 കൊടുത്താൽ എത്ര കിട്ടുക, 0 കൊടുത്താൽ എത്ര കിട്ടുക, എക്സിൻ്റെ വില 5/3, വൈയുടെ വില മൈനസ് 4/3, z 0. കെയുടെ വില 1, കെയുടെ വില 1 ആണ് കൊടുക്കുന്നെങ്കിലോ z 1 ആവും, വൈയുടെ വില എന്താവും 1 മൈനസ് 4/3, ദാറ്റ് ഈസ് മൈനസ് 1/3 ആവും, എക്സ് 5/3 ആവും. എക്സിൻ്റെ വിലയിൽ വ്യത്യാസം ഉണ്ടാവില്ല, പക്ഷേ വൈയുടെയും സെഡിൻ്റെ വില മാറിക്കൊണ്ടേയിരിക്കും. ഇൻഫിനൈറ്റ് ആയിരിക്കും സൊല്യൂഷൻ. അതാണ് ഈ പ്രോബ്ലത്തിൻ്റെ പ്രത്യേകത. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ് ഈ പ്രോബ്ലം. ഈ ടൈപ്പ് പ്രോബ്ലം പഠിച്ചിരിക്കണം, ഓർത്തിരിക്കണം. വീണ്ടും വീണ്ടും കാണുക, എന്നിട്ട് വീണ്ടും വീണ്ടും ചെയ്തു നോക്കുക. വീണ്ടും വീണ്ടും കണ്ടതിന് ശേഷം നിങ്ങൾ നോട്ടിലേക്ക് പകർത്തി പ്രോബ്ലം മനസ്സിലായിക്കൊണ്ട് ചെയ്യുക. ഓക്കെ, അപ്പം ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, പരീക്ഷയ്ക്ക് വന്ന പ്രോബ്ലമാണ്. ഇനി അടുത്തത് എ എന്നുള്ളൊരു മട്രിക്സ് തന്നിട്ടുണ്ട്, അതിൻ്റെ എ ഇൻവേഴ്സ് കാണണം. ആ ഇൻവേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് ഇതിനെ സോൾവ് ചെയ്യണം. ഈ ടൈപ്പ് പ്രോബ്ലം നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇങ്ങനെ കാണാം, കുറേ എണ്ണം റിപ്പീറ്റ് ചെയ്ത് വന്നായിട്ട്. അപ്പം ഇത് നമ്മൾ ചെയ്യുന്ന അതേ മെത്തേഡ് ഇവിടെ എയുടെ അഡ്ജോയിൻ്റ് കാണാൻ പോവുകയാണ്. ഇങ്ങനെ എക്സ്പ്രഷൻ എഴുതണം, അത് നിങ്ങൾക്കറിയാലോ. ഇനി ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക, സിംപ്ലിഫൈ ചെയ്യുക. അപ്പോൾ അഡ്ജോയിൻ്റ് കിട്ടും. അഡ്ജോയിൻ്റ് 0 to 1 വരിക. 0 to 1 എവിടെ നിന്നാണ് വരുന്നത്? ഇതാ -4 + 4 -4 + 6 then 3 -2 അങ്ങനെ 1. ഇനി അതുപോലെ ഇതും 3 എണ്ണം കിട്ടും, നമുക്ക് അഡ്ജോയിൻ്റ് കിട്ടും. ഇനി അഡ്ജോയിൻ്റ് കിട്ടിക്കഴിഞ്ഞാൽ എ ഇൻവേഴ്സ് കാണാൻ, ഡിറ്റർമിനൻ്റ് കാണണം. ഡിറ്റർമിനൻ്റ് കാണാൻ ഞാൻ നേരത്തെ പറഞ്ഞിരിക്കുന്നത് ഏതെങ്കിലും റോയും അതിൻ്റെ കറസ്പോണ്ടിങ് കോഫാക്ടറുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്കിത് കിട്ടും. 2 × 0 -3 × 2 5 × 1 = 0 -6 + 5 = -1 വന്നു. ദാറ്റ് ഈസ് ഡിറ്റർമിനൻ്റ് എന്ന് പറഞ്ഞു. ഇനി നമുക്ക് എ ഇൻവേഴ്സ് കാണാൻ എളുപ്പമാണ്. അഡ്ജോയിൻ്റ് ബൈ ഡിറ്റർമിനൻ്റ്. ഡിറ്റർമിനൻ്റ് കാണാൻ -1 ആയതുകൊണ്ട് അഡ്ജോയിൻ്റെയിലുള്ള ആ വാല്യൂസ് അങ്ങ് വാല്യൂസിൻ്റെ ചിഹ്നങ്ങ് ചേഞ്ച് ചെയ്താൽ മതി. അപ്പം പ്ലസ്സുള്ള മൈനസ് ആക്കുക, മൈനസുള്ള പ്ലസ് ആക്കുക. അപ്പം റിസൾട്ടൻ്റ് ഇങ്ങനെ വരും, എ ഇൻവേഴ്സ്. ഇനി നമുക്കതിനെ സോൾവ് ചെയ്യാൻ വേണ്ടത് അടുത്ത സ്റ്റെപ്പിൽ. ഹെൻസ് സോൾവ് ദ സിസ്റ്റം ഓഫ് ഇക്വേഷൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം x = എ ഇൻവേഴ്സ് ബി ഉപയോഗിക്കാം. എ ഇൻവേഴ്സ് നമ്മളിവിടെ എഴുതി വെച്ചു, ബി ഇവിടെ ഉണ്ട്, നേരത്തെ എഴുതിയതാണ്. അതിന് സാധാരണ മൾട്ടിപ്ലൈ ചെയ്യും പോലെ റോനെ കോളം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഇതെടുക്കുക, ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 0 × 11 1 × -5 -2 × -3 then -2 × 11 9 × -5 -23 × -3 -1 × 11 5 × -5 -13 × -3. അത് സിംപ്ലിഫൈ ചെയ്താൽ എന്താ വരിക നോക്കുക. 0 -5 + 6 -22 -45 + 69 -11 -25 + 39. ഇനി അതെന്താ വരുന്നത് 1 2 3 എന്നാണ്. ദാറ്റ് ഈസ് എ സൊല്യൂഷൻ. എക്സ് വൈ സെഡിൻ്റെ വാല്യൂ ആണ്. ദാറ്റ് ഈസ് x = 1 y = 2 z = 3. ഇനി അഞ്ചാമത്തെ പ്രോബ്ലം. ഈ പ്രോബ്ലം 5 പ്രോബ്ലമാണ് ഞാൻ ഇന്ന് ഈ ക്ലാസ്സിൽ ചെയ്യുന്നത്. ഇതുപോലുള്ള ഒരു 3 പ്രോബ്ലം അസൈൻമെൻ്റ് ആയിട്ടും തരുന്നുണ്ട്. സോൾവ് ദ സിസ്റ്റം ഓഫ് ഇക്വേഷൻ. ഈ ഇക്വേഷൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയാണ് തന്നിരിക്കുന്നത്. എന്താണ് ഇതുവരെ ചെയ്തതിൽ വ്യത്യാസമായിട്ടുള്ള ഒരു പ്രോബ്ലമാണ്. അപ്പോൾ ഇന്ന് ചെയ്തിരിക്കുന്ന ഓരോ പ്രോബ്ലവും വ്യത്യസ്ത പ്രോബ്ലംസാണ്. എല്ലാം പഠിക്കേണ്ട പ്രോബ്ലമാണ്. പരീക്ഷയ്ക്ക് ആവർത്തിച്ച് ഇടയ്ക്കിടയ്ക്ക് മാറി മാറി വരുന്ന പ്രോബ്ലംസാണ്. 2/x + 3/y + 10/z = 4 4/x. എന്താണ് ഇതിൻ്റെ പ്രത്യേകത? എല്ലാം എക്സ് ഡിനോമിനേറ്ററിലാണ് കിടക്കുന്നത്. നമ്മൾ ഇതുവരെ ന്യൂമറേറ്ററിൽ എക്സ് വെച്ചിട്ടാണ് ചെയ്തത്. അപ്പോൾ ഇതിനെ നമ്മൾ പഠിച്ചിരിക്കുന്ന സിസ്റ്റം ഓഫ് ഇക്വേഷനിലേക്ക് മാറ്റിയിട്ടാണ് ഇതിനെ സോൾവ് ചെയ്യുന്നത്. എങ്ങനെയാണ് സോൾവ് ചെയ്യാന്ന് നോക്കുക. അപ്പോൾ നമ്മൾ അതിന് ഉപയോഗിക്കുന്ന മെത്തേഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1/x-നെ a എന്ന് വിളിച്ചു, 1/y-നെ b എന്ന് വിളിച്ചു, 1/z-നെ c എന്ന് വിളിച്ചു. അതോടുകൂടി തന്നിരിക്കുന്ന ഇക്വേഷൻ ഇങ്ങനെയായി മാറും. 2a + 3b + 10c = 4 4a - 6b + 5c = 1 6a + 9b - 20c = 2 എന്നാവും. ഇനി അതിൻ്റെ കോഎഫിഷ്യൻ്റ് ഇക്വേഷൻ എടുക്കുക. ദാറ്റ് ഈസ് a = 2 3 10 4 - 6 5 6 9 - 20 എന്ന് വരും. b x = abc എന്നാണ്. സെറ്റ് abc മെട്രിക്സ് abc എന്ന് വരും. ദെൻ b = 4 1 2 എന്നും വരും. ഇനി നമുക്ക് കിട്ടേണ്ടത് ഇതിനെ സോൾവ് ചെയ്യാൻ വേണ്ടത് സാധാരണ സോൾവ് ചെയ്യുന്നത് പോലെ തന്നെ അഡ്ജോയിൻ്റ് എടുക്കുക. a × a is the matrix. ഈ മെട്രിക്സ് എടുത്ത് അതിൻ്റെ അഡ്ജോയിൻ്റ് കാണാൻ നമ്മൾ എഴുതുന്ന അതേ മെത്തേഡ് എടുക്കുന്നു, നേരത്തെ ഇതേപോലെ. എന്നിട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് മൈനസ് ചെയ്യുന്നു, അഡ്ജോയിൻ്റ് കാണുന്നു. 75 എന്ന് വരിക. നോക്കുക,
75 150 75 ഇതിങ്ങനെ നോക്കിയാൽ മതി. 120 മൈനസ് 45 75 90 മൈനസ് 60 പ്ലസ് 60 150 15 പ്ലസ് 60 എത്രയാണ് 75. അങ്ങനെ ഓരോ റോയും കിട്ടും നമുക്ക്. ഈ കോളത്തിൽ കൂടെ പോയാൽ ഈ റോ കിട്ടും, ഈ കോളത്തിൽ പോയാൽ ഈ റോ കിട്ടും. അഡ്ജോയിൻ്റ് കിട്ടി. ഇനി എന്താണ് കിട്ടുന്നത്? അഡ്ജോയിൻ്റെയും ഡിറ്റർമിനൻ്റ് കാണണം. ഡിറ്റർമിനൻ്റ് കാണാൻ ഫസ്റ്റ് റോ എടുക്കുക, അതിൻ്റെ കറസ്പോണ്ടിങ് കോഫാക്ടർ എടുക്കണം. കറസ്പോണ്ടിങ് കോഫാക്ടർ ഇവിടെ ഉണ്ടാവുക 2 × 75 3 × 110 പ്ലസ് 10 × 72. അതായത് നമ്മളിതിന് അഡ്ജോയിൻ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ട്രാൻസ്പോസ് ചെയ്ത് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഈ റോയിലുള്ള എലമെൻസിൻ്റെ കോഫാക്ടർ ഇവിടെ ഉണ്ടാവും. അപ്പോൾ ഇനി അതിനെ സിംപ്ലിഫൈ ചെയ്യുക. സിംപ്ലിഫൈ ചെയ്താൽ എന്താ വരിക? 1200 എന്നാണ് കിട്ടുക. ഇനി നമ്മൾ സാധാരണ ചെയ്യും പോലെ x = A ഇൻവേഴ്സ് × B ആണ്. x = A ഇൻവേഴ്സ് B എന്ന് പറയുമ്പോൾ അഡ്ജോയിൻ്റ് A ബൈ ഡിറ്റർമിനൻ്റ് A × B എന്നാണ്. A ഇൻവേഴ്സ് കാണാനുള്ള ഫോമുലയാണ് അഡ്ജോയിൻ്റ് A ബൈ ഡിറ്റർമിനൻ്റ് A × B ആണ്. അപ്പോൾ നമുക്ക് ഇനി എന്താ കിട്ടുന്നത് നോക്കുക. അഡ്ജോയിൻ്റ് A × B മൾട്ടിപ്ലൈ ചെയ്ത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 75 × 4 150 × 1 75 × 2 150 110 × 4 440 മൈനസ് 100 60 ദെൻ 258 72 × 4 0 × 1 മൈനസ് 24 × 2 ഹോൾ ഡിവൈഡ് ബൈ 1200. അങ്ങനെ സിംപ്ലിഫൈ ചെയ്താൽ 600 ബൈ 1200 400 ബൈ 1200 240 ബൈ 1200. അതിൻ്റെ സിംപ്ലിഫൈ ചെയ്ത് വാല്യൂ 1/2 1/3 1/5 എന്നാണ്. അപ്പോൾ നമുക്ക് ഇത് എ ബി സിയുടെ വിലയാണ്. മെട്രിക്സ് എ ബി സിയുടെ വിലയാണ്. അപ്പോൾ എയുടെ വില 1/2 ആയിരിക്കും, ബിയുടെ വില 1/3 ആയിരിക്കും, സിയുടെ വില 1/5 ആയിരിക്കും. അപ്പോൾ ഇത് വ്യത്യസ്തമായുള്ള പ്രോബ്ലമാണ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം എയുടെ വില 1/2 ആണ്, പക്ഷേ ഈ എനെ 1/x എന്നാണ് നമ്മൾ എടുത്തത്. അതുപോലെ ബി എന്ന് പറഞ്ഞാൽ 1/3 ആണ്, ആ ബീനെ 1/y എന്ന് എഴുതിയത്. സീനെ 1/5 എന്ന് എടുത്തത്, 1/z എന്ന് എടുത്തത്. അപ്പോൾ എക്സിൻ്റെ വില 2, വൈയുടെ വില 3, സെഡിൻ്റെ വില 5. എക്സ് ഡിനോമിനേറ്ററിൽ ആണ്, 2 ഡിനോമിനേറ്റർ ആണ്. അപ്പോൾ ന്യൂമറേറ്റർ 2 ഈക്വൽ ആയതുകൊണ്ട് ഡിനോമിനേറ്റർ 2 ഈക്വൽ ആയിരിക്കും. അതുപോലെ തന്നെ y = 3 ആവാൻ കാരണം ഇവിടെ ന്യൂമറേറ്റർ 2 ഈക്വലാണ്. ഇനി z = 5 ആയിരിക്കും, കാരണം ഇത് 2 ന്യൂമറേറ്റർ 2 ഈക്വലാണ്. അപ്പോൾ z = 5. ഇതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്ന ചോദ്യത്തിൻ്റെ ഉത്തരം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോബ്ലമാണ്. ഈ ടൈപ്പ് പ്രോബ്ലം പരീക്ഷയ്ക്ക് ഒന്നായിട്ട് നിങ്ങൾക്ക് കാണാം ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യുമ്പോൾ. അപ്പം ഇനി നമ്മൾ അസൈൻമെൻറ്റ് ഭാഗത്തേക്കാണ് പോകുന്നത്. 3 ടൈപ്പ് അസൈൻമെൻറ്റാണ് നമ്മൾ തന്നിരിക്കുന്നത്. ഒന്നാമത്തേതാണ് എക്സ് ഐ സെഡ് ആർ നോൺ സീറോ റിയൽ നമ്പേഴ്സ് ദെൻ ഫൈൻഡ് ദ ഇൻവേഴ്സ് ഓഫ് എ എന്നാണ്. എയുടെ വില എക്സ് വൈ സെഡ് ഡയഗണലായിട്ടാണ്. അങ്ങനെയാണെങ്കിൽ എ ഇൻവേഴ്സ് എന്തായിരിക്കുന്നതാണ്. നിങ്ങൾ ഇവിടെ ഉപയോഗിക്കേണ്ട മെത്തേഡ് എ × എ ഇൻവേഴ്സ് = I എന്നുള്ള ഫോമുല എടുത്താൽ മതി. എ × എ ഇൻവേഴ്സ് = I കിട്ടണമെങ്കിൽ സ്വാഭാവികമായിട്ടും ഇതിൻ്റെ ഡയഗണൽ എലമെൻറ്റ്സ് എന്തായിരിക്കണം? 1/x 1/y 1/z ആയിരിക്കണം. അപ്പോൾ നിങ്ങൾ ശ്രമിച്ചു നോക്കുക. അപ്പോൾ എ ഇൻവേഴ്സ് എന്താണെന്ന് കണ്ടുപിടിക്കുക. ഒന്നാമത്തെ. രണ്ടാമത്തത് ഇങ്ങനൊരു ഡിറ്റർമിനൻ്റ് തന്നിട്ടുണ്ട്, ഇൻഡിപെൻഡൻ്റ് ഓഫ് തീറ്റ ആണെന്നാണ്. എന്ന് പറഞ്ഞാൽ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ അത് എക്സ് ഉൾപ്പെടുന്ന ഒരു ഇക്വേഷൻ മാത്രമായിരിക്കും, തീറ്റ ഒക്കെ സിംപ്ലിഫൈ ചെയ്തു പോകും. ആ രീതിയിലേക്ക് അതിനെ പ്രൂവ് ചെയ്യണം. മൂന്നാമത്തത് കൺസിഡർ ദ ഇക്വേഷൻ എ എന്നുള്ള കൺസിഡർ ദ മെട്രിക്സ് എ. നേരത്തെ ചെയ്തപോലെ പ്രോബ്ലമാണ്. ഫൈൻഡ് എ ഇൻവേഴ്സ് യൂസിങ് എ ഇൻവേഴ്സ് സോൾവ് ദ ഫോളോയിങ് സിസ്റ്റം ഓഫ് ഇക്വേഷൻ. അതായത് നിങ്ങൾക്ക് കാണാം ഈ എ എന്നുള്ള മെട്രിക്സ് എന്നായിരിക്കും ഇതിൻ്റെ കോഫിഷ്യൻ്റ് മെട്രിക്സ് ആയിട്ട് വരുന്നത് തന്നിരിക്കുന്ന ഇക്വേഷൻ്റെ. അപ്പോൾ ഏതാണത്? 2 - 1 1 2 - 1 1 3 - 1 8 2 6 - 2 എന്നാണ്. 2 6 0 എന്നാണ്. -2 കോൺസ്റ്റൻ്റ് ആണ്. 3 0 - 1 3 y ഇല്ലാത്തതുകൊണ്ട് 0, സെഡിൻ്റെ കോഫിഷ്യൻ്റ് -1 2 6 2 എക്സിൻ്റെ കോഫിഷ്യൻ്റ് വൈയുടെ കോഫിഷ്യൻ്റ് 6, ഇവിടെ സെഡ് ഇല്ലാത്തത് കൊണ്ട് 0, പിന്നെ -2 കോൺസ്റ്റൻറ്റിലേക്ക് പോകണം. അപ്പോൾ ഇതിന് സിസ്റ്റം ഓഫ് ഇക്വേഷൻ ആക്കി ആദ്യം മാറ്റേണ്ടി വരും. എന്ന് പറഞ്ഞാൽ കോൺസ്റ്റൻറ്റ് മറുവശത്ത് എഴുതണം. -3 ഈ 8നെ അങ്ങോട്ട് മാറ്റിയിട്ട് -8 ആക്കണം. 2നെ അങ്ങോട്ട് മാറ്റി +2 ആക്കണം. ഇവിടെ -z ഇങ്ങോട്ട് മാറ്റി എഴുതണം. 0y ഇവിടെ എഴുതേണ്ടി വരും, ഇവിടെ 0z എന്ന് എഴുതേണ്ടി വരും. അങ്ങനെ എഴുതുമ്പോഴാണ് എ എന്നുള്ള മെട്രിക്സ് കിട്ടുക നമുക്ക്. എന്നിട്ട് ബി എന്നുള്ള മെട്രിക്സ് എന്തായിരിക്കും കിട്ടുക? -3 -8 2 എന്നുള്ളതായിരിക്കും. എന്നിട്ട് അത് ഉപയോഗിച്ചിട്ടാണ് ഇതിനെ സോൾവ് ചെയ്യേണ്ടത്, എ ഇൻവേഴ്സ് × ബി ഉപയോഗിച്ചിട്ട്. ഓക്കെ, ഈ 3 പ്രോബ്ലമാണ്. 3 അസൈൻമെൻ്റ് ആയിട്ട് ചെയ്യുക. ഇതിന് ഞാൻ ഗൂഗിൾ ക്ലാസ് റൂമിൽ അസൈൻമെൻ്റ് ഇടുന്നതായിരിക്കും. അതിലേക്ക് ഇതിൻ്റെ ആൻസർ നിങ്ങൾ അപ്ലോഡ് ചെയ്യണം. ഓക്കെ, നമ്മളിനി ഒരു
ഒരു ക്ലാസ് കൂടി, ഒരു വീഡിയോ കൂടി ഇതിനെ വൈൻഡപ്പ് ചെയ്തുകൊണ്ടുണ്ടാവും. എന്ന് പറഞ്ഞാൽ ഈ സെക്ഷന് ഇനി നമുക്ക് നേരത്തെ വിട്ടുപോയൊരു സെക്ഷൻ ഉണ്ട് എന്ന് പറഞ്ഞാൽ പ്രോപ്പർട്ടീസ് ഓഫ് ഡിറ്റർമിനന്റ്. അതായിരിക്കും അതൊരു അതായത് നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് കാണാൻ പറ്റുക. ഇതിൻ്റെ ഒരു ബ്രീഫിംഗ് കൂടി ഉണ്ടാവും. എന്നതിന് ശേഷമാണ് നമ്മൾ മുന്നേ വിട്ടുപോയിരിക്കുന്ന ആ ഭാഗത്തേക്ക് പോകുന്നത്. ഓക്കെ, താങ്ക് യു.